ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഞാനും സുഖമായിട്ടിരിക്കണം. നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഓരോ കാര്യങ്ങളാണ്. എന്നെക്കൊണ്ട് അത് ചെയ്യാൻ പറ്റുമോ, അത് ചെയ്താൽ ശരിയാവുമോ, ഞാനതെങ്ങനെ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ എല്ലാവരും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നതിന് മുന്നേ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? എല്ലാവർക്കും ഉണ്ടാവും ആ ചിന്ത. ഞാൻ അപ്പോൾ അത് പോയാൽ ശരിയാവുമോ, അല്ലെങ്കിൽ ഞാനത് ചെയ്താൽ ശരിയാവുമോ, ഞാൻ എങ്ങനെയത് ചെയ്യുക, മറ്റുള്ളവരെന്താ പറയുക, ഇങ്ങനെയൊക്കെ നമ്മൾ പല ചോദ്യങ്ങൾ നമ്മളോട് തന്നെ നമ്മൾ പലപ്പോഴും ചോദിക്കും. പിന്നെ അതിന് പോരാത്ത മറ്റുള്ളവരോടും ചോദിക്കും. അപ്പം എന്താണ്, ചിലർ നമ്മളെ തളർത്താൻ വേണ്ടിയിട്ട് അയ്യോ അത് നിന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ, നീ അത് ഒരിക്കലും അത് ചെയ്യാൻ പോകരുത്, നീ വേണ്ടാത്തതൊന്നും എടുത്ത് തലയിൽ വെക്കല്ലേ, ഇങ്ങനെ പല ഉപദേശങ്ങളും നമുക്ക് തരിക. നമുക്ക് എത്ര വേണ്ടപ്പെട്ടവരോടാണെങ്കിലും നമ്മൾ തീരുമാനിച്ച് ഉറപ്പിച്ച ഒരു കാര്യം അത് നമ്മളെ മനസ്സിനെ തന്നെ ഉറപ്പിച്ചിട്ട് വേണം മറ്റുള്ളവരടുത്ത് പറയാൻ. ഇല്ലെങ്കിൽ എന്താണ്, ഇതുപോലുള്ള പല അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ എന്താണ്, നമ്മൾ തീരുമാനിച്ച കാര്യത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചു പോവുകയാണ് ചെയ്യണത്. നമുക്കത് ചെയ്യാൻ കഴിയണ ഒരു കാര്യമാണെങ്കിലും കൂടി എന്താണ്, നമ്മളത് ചെയ്യണ്ട, അല്ലെങ്കിൽ അയ്യോ അതങ്ങനെ സംഭവിക്കും, വേണ്ട, ഏതായാലും ഇപ്പം ഇവരോട് ചോദിച്ചത് നന്നായി, ഇനി ഏതായാലും അതിലേക്ക് ഇറങ്ങണ്ട എന്നൊക്കെ നമ്മൾ സ്വയം അങ്ങോട്ട് തീരുമാനിക്കും. പക്ഷെ ഏതൊരു വ്യക്തിക്കാണെങ്കിലും ചെയ്യാൻ കഴിയാത്തതായിട്ടുള്ള ഒരു കാര്യവുമില്ല. ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഓരോ വ്യക്തികളും ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. എന്ത് നല്ല കാര്യങ്ങളാണെങ്കിലും ചീത്ത കാര്യങ്ങളാണെങ്കിലും ഓരോ വ്യക്തികളാൽ സംഭവിച്ച കാര്യങ്ങളാണ് ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും. കണ്ടുപിടുത്തങ്ങളാവട്ടെ അല്ലെങ്കിൽ മറ്റ് ഏത് മേഖല എന്തെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും അതെല്ലാം ഓരോ വ്യക്തികളുടെ കഴിവുകൾ തന്നെയാണ്. അപ്പോൾ ഏത് വ്യക്തിക്കും എന്ത് പ്രവൃത്തി ചെയ്യണമെന്നുണ്ടെങ്കിലും തീരുമാനിച്ചുറപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് തീർച്ചയായിട്ടും ചെയ്തിരിക്കും. ഒരാളെ കൊണ്ടും ഒന്നും കഴിയില്ല എന്ന് പറയണത് വെറുതെയാണ്. എല്ലാവർക്കും അവരുടേതായ കഴിവുകളുണ്ട്. പക്ഷെ അത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നിടത്തും പ്രയോജനപ്പെടുത്തുന്നിടത്തും ഒക്കെയുള്ള വ്യത്യാസം കൊണ്ടാണ് പല കാര്യങ്ങളും നടക്കാതെ പോണത്. നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവനവൻ വിചാരിക്കുന്ന ഏത് കാര്യം അത് സക്സസ് തന്നെ ആയിരിക്കും. പാതി വഴിയിൽ വെച്ചിട്ട് ഉപേക്ഷിച്ച് പോന്നിട്ട് അയ്യോ അത് ശരിയായില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ അതിലല്ല. അത് നമ്മൾ എത്ര റിസ്ക് എടുത്തിട്ടായാലും വേണ്ടില്ല, നമ്മൾ ആ കാര്യം ചെയ്യാൻ സന്നദ്ധമാണ്. പലരെ തളർത്തലും പിന്നിൽ നിന്ന് വരും, അയ്യോ അത് ചെയ്യല്ലേ ഇത് ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവനവൻ തീരുമാനിച്ച് ഉറപ്പിച്ച അത് ഏത് നല്ല കാര്യങ്ങളാണെങ്കിലും അത് നല്ലൊരു കാര്യമാവണം എങ്കിലും അത് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വിജയം തീർച്ചയായിട്ടും ഉണ്ടാവും. എല്ലാവർക്കും അവരുടേതായ കഴിവുകളുണ്ട്. ആരും ഒരു കഴിവിലും ഒരു കാര്യത്തിലും പിന്നിലല്ല, മുന്നിൽ തന്നെയാണ് എല്ലാവരും. നമ്മളുടെ എന്താണ് ബാഹ്യമായ ഓരോ കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ അതിന് ഓരോ കാര്യത്തിലും പുറകോട്ട് പോണത്. നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ആളില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നമുക്കതിനുള്ള സാഹചര്യങ്ങളില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നമുക്കതിനുള്ള സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ട്. അങ്ങനെ ഏതൊരു കാര്യത്തിലേക്ക് ഇറങ്ങണമെങ്കിലും അതിൻ്റെതായ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വേണ്ടേ. ചില കാര്യത്തിന് നടപ്പിലാക്കാൻ വേണമെങ്കിൽ സാമ്പത്തികം വേണ്ടി വരും. ചില കാര്യങ്ങൾ നടപ്പിലാക്കാൻ മനോധൈര്യം വേണ്ടി വരും. ഫിസിക്കലി മെൻ്റലി അങ്ങനെ എല്ലാ കഴിവുകളുള്ള ആൾക്കാർ തന്നെയാണ് എല്ലാവരും. എല്ലാ സാഹചര്യങ്ങളോട് ഒത്തു വരുമ്പോൾ ഒരു കാര്യം സക്സസ് ആവണം, അത്രയേ ഉള്ളൂ. നമ്മൾക്ക് എന്ത് കാര്യമാണ് നമ്മൾ ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കാര്യം നടക്കും. ഓരോ കാര്യവും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളെക്കുറിച്ചും കൂടി നമ്മൾ പഠിക്കും. നമുക്കത് ആത്മാർത്ഥമായിട്ട് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ അതിൻ്റെ എല്ലാ ഭാഗങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ വേണ്ട വിധത്തിൽ അത് നമ്മൾ പഠിച്ചെടുക്കും. നമ്മൾ മുൻകൂട്ടി ഒരു കാര്യം തീരുമാനിച്ച് വെച്ചിട്ട് നമ്മളതങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റൊരാളെടുത്ത് അതങ്ങനെ ചെയ്താൽ എങ്ങനെയാവും എന്ന് പോയി ചോദിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും പറയും അയ്യോ നീ അത് ചെയ്യല്ലേ കേട്ടോ, അത് വൻ അബദ്ധമായി മാറുമെന്ന് പറയും. ചെയ്ത് കാണിച്ചതിന് ശേഷം ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണവരോട് നമുക്കെല്ലാം ഷെയർ ചെയ്യാം. അവർ അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ തരും, ഒക്കെ ചെയ്യും. പക്ഷെ അല്ലാത്തൊരു വ്യക്തിയുടെ അടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ ആ കാര്യം ചെയ്യാൻ സമ്മതിക്കത്തില്ലേലും പിന്നീട് എപ്പോഴെങ്കിലും അവരത് ചെയ്തിട്ടുണ്ടാവും. നമ്മളെ തളർത്തി ഇവിടെ ഒരു ഭാഗത്തിരുത്തും. എന്നിട്ട് എന്താണ്, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ കുറച്ച് കാലത്തിന് ശേഷം അവർ ആ കാര്യം ചെയ്ത് സക്സസ് ആക്കിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് മാത്രം നമ്മുടെ അത്തരം കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. തളർത്തുന്ന ആളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഒരു കാര്യങ്ങളും അവരായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക.
ഏത് കാര്യം നമ്മൾ ചെയ്യണം എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാലും നമുക്ക് അതിന് നമ്മൾ മെൻ്റലി ഫിസിക്കലി ഒക്കെ പ്രിപ്പയർ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം സക്സസ് ആയിരിക്കും. നമ്മൾ ശ്രമിച്ചു നോക്കിയാലല്ലേ ഏത് കാര്യമാണെങ്കിലും വിജയം കാണുള്ളൂ. ശ്രമിക്കാതെ നമ്മൾ ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ പിന്നെ ചെയ്യാമെന്നൊന്നും വിചാരിച്ചിരുന്നാലും ആ കാര്യം നടക്കില്ല. ഏത് കാര്യമാണോ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ കാര്യം നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കുമ്പോൾ മാത്രമാണ് ആ കാര്യം നടക്കുള്ളൂ. ഒരു ജോലിയാണ്, നമുക്കൊരു ജോലി വേണം, നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കണ്ടേ? നമ്മൾ ജോലി അന്വേഷിക്കണം. എവിടെയാണ് ജോലി ഒഴിവുള്ളത്, നമുക്ക് പറ്റുന്ന ജോലിയാണോ, അതിനെന്ത് സാലറി കിട്ടും, അതിന് പോവേണ്ട കാര്യങ്ങൾ എങ്ങനെ, അതിന് വേണ്ട സർട്ടിഫിക്കറ്റ്സ് എന്തൊക്കെയാണ്, അതിന് വേണ്ട യോഗ്യത മാനദണ്ഡങ്ങളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോഴല്ലേ നമുക്കത് ആ ഒരു ജോലിക്ക് നമുക്ക് തരാൻ അവർ തരുമോ അല്ലെങ്കിൽ നമുക്ക് ആ ജോലി ചെയ്യാൻ കഴിയുമോ എന്നൊക്കെ നമ്മൾ അതിനെ കാര്യങ്ങൾ കൂടുതൽ അന്വേഷിക്കുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുക. നമ്മളതിനുള്ള യോഗ്യത നമുക്കുണ്ടോ എന്നൊക്കെ നമ്മൾ ആ കാര്യത്തിലേക്ക് കടക്കുമ്പോഴല്ലേ മനസ്സിലാവുക. എവിടെയെങ്കിലും ഒരു ജോലി ഒഴിവുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രമിക്കാതിരുന്നാൽ നമുക്ക് ജോലി കിട്ടുമോ? ഇങ്ങനെ ഏത് കാര്യം ആണെങ്കിലും അവനവൻ്റെ തീരുമാനങ്ങളും അവനവൻ്റെ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ആ കാര്യത്തിന് സക്സസ് ആക്കി മാറ്റുന്നത്. നമ്മുടെ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമങ്ങളും. എന്ത് കാര്യം നമുക്ക് വേണം അല്ലെങ്കിൽ എന്ത് കാര്യം നമ്മൾ നേടണം എന്ന് ആഗ്രഹിക്കണമെങ്കിൽ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം. പലരും പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ അന്വേഷിക്കും. ഇനി വേണ്ട, അതാവില്ല, അത് എന്നെ കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ ഇനി അതിന് പോയിട്ട് കാര്യമില്ല. അങ്ങനെ ആദ്യം തന്നെ നമ്മളിങ്ങോട്ട് തളർത്തി വയ്ക്കുക. നമ്മുടെ ഉള്ളിൽ തന്നെ എന്താണ്, ഇത് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റും, ഇത് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റും എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. നമ്മൾ തന്നെ നമ്മളെ തളർത്തി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ആ കാര്യം ചെയ്യാനും നമുക്കൊരു ഊർജ്ജം ഉണ്ടാവും. ആദ്യം സ്വയം കോൺഫിഡൻസ് വേണം. ഏത് കാര്യത്തിനാണെങ്കിലും അത് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ്. എത്രയോ ഉദാഹരണങ്ങൾ അങ്ങനെ ഉണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ഡാൻസോ അല്ലെങ്കിൽ ഒരു പാട്ടോ പഠിക്കണമെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷേ നമുക്കത് അതിയായ ആഗ്രഹം ഉണ്ടാകുമ്പോൾ നമ്മൾ ആ ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്ത് നമ്മളതിനു വേണ്ടി ദിവസം പ്രാക്ടീസ് ചെയ്ത് നമ്മൾ അതിലേക്ക് എത്തുകയാണ്. ഒരു ദിവസം കൊണ്ട് ഒരു പാട്ട് പഠിക്കാൻ ആരെക്കൊണ്ടും പറ്റില്ല. വർഷങ്ങളെ കൊണ്ടാണ് നല്ലൊരു ഗായകനോ ഗായികയോ ഒക്കെ ആയിട്ട് മാറുന്നത്. അതുമാതിരി നല്ലൊരു ഡാൻസറും ആവുന്നത് അങ്ങനെ തന്നെയാണ്. എത്രയോ വർഷത്തെ പരിശ്രമങ്ങളാണ്. 1-2 ദിവസങ്ങളോ അല്ലെങ്കിൽ 2-4 മാസത്തെ പരിശ്രമം കൊണ്ടൊന്നും ഒരു നർത്തകി ആവാൻ പോകുന്നില്ല. എത്രയോ വർഷങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് അവർ ആ ഒരു പേര് സമ്പാദിക്കുന്നത്. ഒരു നർത്തകി അല്ലെങ്കിൽ ഒരു ഗായിക അല്ലെങ്കിൽ ഒരു ഗായകൻ എന്നൊക്കെ ഉള്ള ഒരു പേര് സമ്പാദിക്കണം എത്രയോ വർഷത്തെ അവരുടെ പരിശ്രമങ്ങളാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഏത് കാര്യങ്ങളാണെങ്കിലും ഏത് ജോലി എന്ത് കാര്യമാണെങ്കിലും അങ്ങനെ തന്നെ. നമ്മൾ നിരന്തരം പരിശ്രമിക്കുമ്പോൾ നമുക്ക് അത് സാധ്യമാവും. ഓരോ കാര്യത്തിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ നമ്മളതിനു വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ബുദ്ധിമുട്ടുകളെയൊക്കെ തരണം ചെയ്യാനുള്ളൊരു ശക്തി നമുക്കുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ആ കാര്യത്തിലേക്ക് അടുക്കുന്നതിനുള്ള ദൂരം കുറഞ്ഞു വരും. നമ്മൾ ഓരോ കാണുന്ന സ്വപ്നങ്ങളും ഒരുപാട് ദൂരത്തായിരിക്കും. ചിലപ്പോൾ നമുക്ക് ഇന്നതാവണം അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ നേടണം, ഇന്ന പോലെ ആവണം എന്നൊക്കെ നമ്മൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ എന്താണ്, അത് ഒരുപാട് അകലെ ഇരിക്കുന്നത്. പക്ഷെ അത് നമ്മുടെ കയ്യിൽ എത്തിപ്പെടുമ്പോഴേക്ക് കുറച്ച് സമയവും കുറച്ച് അധ്വാനമൊക്കെ എന്തായാലും വേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നിരന്തരം പരിശ്രമിക്കണം. മറ്റൊരാളുടെ വാക്ക് കേട്ടിട്ട് പിന്മാറാതെ നമ്മൾ തന്നെ ഉള്ളിൽ നിന്ന് നമ്മളെ വേണ്ട എന്ന് പറയുന്ന ആ ഒരു സംഭവം നമ്മൾ തന്നെ ഇത് വേണം, ഇതെന്നെ കൊണ്ട് കഴിയും, ഇതെൻ്റെ ആവശ്യമാണ്, ഇതെനിക്ക് നേടണം എന്നൊക്കെ നമ്മൾ തന്നെ നമ്മളെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. അപ്പോൾ ആ കാര്യം നമ്മുടെ അടുത്തേക്ക് വളരെ കുറഞ്ഞ കാലം കൊണ്ട് അല്ലെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് ഏത് കാര്യമാണോ ഓരോരോ കാര്യങ്ങൾക്കും അതിൻ്റേതായ സമയം ദൂരമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ അത് കുറച്ചും കൂടെ അടുത്തേക്ക് വരാനുള്ള സന്ദർഭം നമ്മൾ തന്നെ ഒരുക്കി കൊടുക്കണം. ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ നേടാൻ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും, ചിലപ്പോൾ മാസങ്ങൾ വേണ്ടി വരുള്ളൂ, ചിലപ്പോൾ ദിവസങ്ങളെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങളുണ്ടാവും, ചിലപ്പോൾ കുറച്ച് മിനിറ്റുകൾക്കൊക്കെ അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾക്കൊക്കെ സാധിക്കുന്ന കാര്യങ്ങളുണ്ടാവും. ഏത് കാര്യം ആ കാര്യത്തിൻ്റെ ഗൗരവവും ആ കാര്യത്തിൻ്റെ പ്രസക്തിക്കും അനുസരിച്ചിരിക്കും അതിൻ്റെ സമയവും കാലമൊക്കെ. അപ്പോൾ നമ്മുടെ അതിയായ ആഗ്രഹമാണ് കേട്ടോ ഒന്നാമത്. നമ്മൾ അതിയായ ഒരു കാര്യം നമുക്ക് നേടണമെങ്കിൽ നമ്മളതിനെക്കുറിച്ച് നമുക്കൊരാഗ്രഹം വേണം. ആ കാര്യം എനിക്ക് സാധിക്കണം എന്ന് നമ്മുടെ മനസ്സിൽ തന്നെ നമുക്ക് അതിനോടുള്ളൊരു താല്പര്യം വേണം. പിന്നെ മറ്റുള്ളവരുടെയൊക്കെ അതിൻ്റെ പുറകെ വരുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ ആര് തളർത്താൻ വന്നാലും ആര് പിന്തിരിപ്പിക്കാൻ വന്നാലും ഒന്നും നമ്മളതൊന്നും പിന്മാറില്ല. അത് നമ്മുടെ ആഗ്രഹമാണ്.
ആര് പിന്തിരിപ്പിച്ചാലും ചിലപ്പോൾ ചില കാര്യങ്ങളിൽ നിന്നും ചില ആൾക്കാർ പിന്തിരിയണ കണ്ടിട്ടില്ലല്ലോ. കാരണം എന്താണ്, അത് അവരുടെ അതിയായ ആഗ്രഹമാണ്. ചിലരൊക്കെ ഇപ്പോൾ ഓരോ ജോലിക്ക് വേണ്ടിയിട്ട് എത്രയോ തവണ പരിശ്രമിച്ചിട്ടും പരാജയപ്പെട്ടിട്ടുണ്ടാവും. പിന്നെയും വീണ്ടും വീണ്ടും അവരത് നേടാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പോലീസിലേക്ക്, പിന്നെ ആർമിയിലേക്കും ഒക്കെ ചെയ്യുന്ന കുട്ടികൾ, എത്ര കുട്ടികൾ പരിശ്രമിക്കേണ്ടി, എത്ര വർഷങ്ങൾ എടുത്തിട്ട് അവർ അതിന് വേണ്ടിയിട്ട് എക്സസൈസ് ചെയ്തിട്ടും പിന്നെ അതിൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ടൊക്കെ അവർ ഒരുപാട് ദിവസങ്ങൾ അല്ലെങ്കിൽ അവർ വർഷങ്ങൾ തന്നെ ശ്രമിക്കുന്നുണ്ട്. അത് അവരുടെ ആഗ്രഹമാണ്. ഒരു പോലീസുകാരനാവുക അല്ലെങ്കിൽ ഒരു ജവാനാവുക എന്നൊക്കെ ഉള്ളത് അവരുടെ ഒരു ആഗ്രഹമാണ്. അപ്പം അവരതിന് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യണം. ഒന്നോ രണ്ടോ അവസരങ്ങൾ അവർക്ക് പരാജയപ്പെട്ട് കഴിഞ്ഞാലും പിന്നീടുള്ളതിൽ ഏതിലെങ്കിലും അവർ വിജയിച്ചിട്ടുമുണ്ട്. ഇനി അത് കിട്ടിയില്ല, അപ്പം നമ്മൾ അതിനോടനുബന്ധമായി നമുക്ക് വേറെ മേഖലകൾ നോക്കാമല്ലോ. അപ്പോഴും പരാജയപ്പെട്ട് പിന്മാറല്ല വേണ്ടത്. ആ ജോലി കിട്ടിയില്ല എന്ന് വിചാരിച്ചാലും നമ്മൾ മറ്റൊരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് വെച്ചത് അതായിരിക്കില്ല, മറ്റടുത്തതായിരിക്കും നമ്മളെ കാത്തിരിക്കണ ജോലി. അങ്ങനെ ഏത് കാര്യമാണ് ജോലി എന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യങ്ങൾ, ജോലിയെക്കുറിച്ച് അങ്ങനെ സംസാരിച്ചത് മാത്രമേ ഉള്ളൂ. എന്ത് ആഗ്രഹങ്ങളാണെങ്കിലും അത്രയേ ഉള്ളൂ. നമ്മുടെ പ്രയത്നം തന്നെയാണ് അതിൻ്റെ സക്സസ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.